ചേച്ചി ആ തേങ്ങാക്കള്ളി മോഹിനി ആളെങ്ങനെയാ? ആളെങ്ങനെയാ? നമ്മളെ പോലെ തന്നെ കയ്യും കാലും കണ്ണും മൂക്കൊക്കെ ഉണ്ട്. ചേച്ചി കളിയാക്കിയതാണല്ലേ? അല്ലടി ഉള്ളത് പറഞ്ഞതാ. എന്നാ കയ്യും കാലും മൂക്കുള്ളതൊക്കെ എനിക്കറിയാം, അതല്ല പിന്നെ അവളെ സ്വഭാവം എങ്ങനെയാണെന്ന്. എനിക്ക് അങ്ങനെ ഒരാളെ കുറ്റം പറയുന്നതൊന്നും ഇഷ്ടമല്ല സരിത. പക്ഷെ അവളെ കാര്യമായതുകൊണ്ട് ഞാൻ പറയാം, ഊള സ്വഭാവ. അതെനിക്ക് തോന്നി, അല്ലെങ്കിൽ അവൾ എന്നോട് ചോദിക്കില്ലായിരുന്നു. മോഹിനി എന്താ നിന്നോട് ചോദിച്ചേ? അവൾ എന്നോട് ചോദിക്കണേ, നീ എന്താ സരിത എപ്പോഴും ഈ വീട്ടിൽ വന്ന് നിൽക്കണം, നിനക്ക് നിന്റെ വീട്ടിൽ പോയി ഒന്നുകൂടെ ഒന്ന്. അതങ്ങനെ എനക്കും തോന്നാറുണ്ടടി. ചേച്ചിക്ക് എന്നോട് ഞാനിവിടെ നിൽക്കുന്ന ഇഷ്ടമല്ല ചേച്ചിക്ക്? അങ്ങനെയല്ല, നീ എൻ്റെ ഒറ്റ നാത്തൂനില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. ചേച്ചി അങ്ങനെ പറഞ്ഞ എനിക്ക് മനസ്സിലായി. പക്ഷെ അവൾ എന്തിനാ അങ്ങനെ പറയേണ്ട കാര്യം? അത് നിനക്ക് അവളോട് തന്നെ ചോദിച്ചുകൂടായിരുന്നോ? ഞാൻ ചോദിക്കും. ചോദിക്കണം. എടി ആരോട് എന്ത് ചോദിക്കുന്ന കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? അത് അമ്മേ, തേങ്ങക്കള്ളി മോഹിനിയില്ലേ, അവളോട് ഇവക്ക് 2 വർത്താനം പറയണം. എടി എന്താ നിനക്ക് പറയാനുള്ള അവളോട്? എന്നോട് പറ, ഞാൻ പറഞ്ഞോളാം അവളോട്. എനിക്ക് നാവുണ്ട്, ഞാൻ ചോദിച്ചോളാം. നീ എന്ന് അവളോട് ചോദിക്കാൻ ചെന്നാലേ അവളെ വായിരിക്കുന്ന മുഴുവൻ നീ കേൾക്കും. എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെ നല്ല പറയും. പിന്നെ സരിതയുടെ നാവിന്റെ മൂർച്ച അവൾ അറിയാൻ പോണേ ഉള്ളൂ. എന്തായാലും അമ്മയുടെ മോളല്ലേ, അതങ്ങനെ ചോദിക്കത്തുള്ളൂ അല്ലേ സരിത? എടി നമ്മുടെ പ്രകാശൻ എവിടെ പോയി? ചേട്ടൻ എവിടെയാണ് ഞങ്ങളോടാണ് ചോദിക്കണത്. എടി നിന്നോട് ഞാൻ ചോദിച്ചോ? എന്റെ മോളോടാ ചോദിച്ചോ. എടി എവിടെ എടി? അമ്മേ, രാവിലെ ദോശയും കഴിച്ചിട്ട് പോയതാ, അതിനൊരു 100 കുറ്റവും പറഞ്ഞിട്ട് പിന്നെ ഈ വൈക്ക് കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും ഈ ചെറുക്കൻ എവിടെ പോയി ദൈവമേ? എന്തിനാ അമ്മ എന്നോട് പറ. എടി ഓണമായിട്ട് എൻ്റെ ആങ്ങളയ്ക്ക് കുറച്ച് തേങ്ങ കൊടുത്തു വിടാനായിരുന്നു. അമ്മാവനെന്തിനാണ് ഇവിടുന്ന് തേങ്ങ കൊണ്ട് കൊടുക്കണത്? പക്ഷേ ഈ പെണ്ണിനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എടി എൻ്റെ ആങ്ങളയ്ക്ക് ഓണത്തിന് സദ്യ വെക്കാൻ തേങ്ങയില്ലെന്ന് പറഞ്ഞു. ഇവിടെ ഇഷ്ടം പോലെ തേങ്ങ കിടക്കില്ലേ, അതുകൊണ്ട് ഞാൻ കൊടുത്തു വിടാന്ന് പറഞ്ഞു. അമ്മേ, അമ്മാവന്റെ സ്വഭാവം വെച്ച് അമ്മാവൻ ഇത് ശീലാക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. എൻ്റെ ആങ്ങളയല്ലേ, ഞാനതങ്ങ് സഹിച്ചു. നിനക്ക് തേങ്ങ കിട്ടുന്നതിന്റെ എണ്ണം കുറയുന്നുള്ള പേടിയല്ലേ നിനക്ക്? അതെ. എൻ്റെ ആങ്ങളയ്ക്ക് കൊടുത്തതിന്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഞാൻ നിനക്ക് തരുള്ളൂ. ഇനി എങ്ങാനും നീ നഖം കടിച്ചാ പുണി എന്റെ കൈ ഞാൻ ചതച്ചു വെക്കും കേട്ടോ. എന്നാ ഞാൻ ചേച്ചി കാണാതെ കടിച്ചോളാം. കാണാതെ നീ കടിക്കോ? നിനക്ക് ഇവിടെ തിന്നാൻ കിട്ടാനല്ലേ, പിന്നെ നീ നഖം കടിക്കണേ? അത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എന്തിനാ നഖം കടിക്കണ. ടെൻഷൻ വരുമ്പോ ഞാൻ തന്നിട്ടാൻ നഖം കടിക്കും. ഈ പാലോടി മാറാത്ത നിനക്ക് എന്താ ടെൻഷൻ? ചേച്ചി അങ്ങനെ പറയരുത്. ഈ ലോകത്തിലെ ഏറ്റവും ടെൻഷനുള്ള ആൾക്കാരാണ് സ്റ്റുഡൻസ്. എന്തൊക്കെയാ പറഞ്ഞിട്ടെ? പരീക്ഷേന്റെ ടെൻഷൻ, ഹോംവർക്കിന്റെ ടെൻഷൻ, ടീച്ചർമാരുടെ അതിന് അടി ഇട്ടോന്ന് ടെൻഷൻ, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞിട്ട് അച്ഛൻ എന്നെ ചന്തി പൊട്ടിക്കോന്നുള്ള ടെൻഷൻ. എടാ, നിന്നെ പോലെ ഞാനും സ്റ്റുഡന്റ് ആയിരുന്നു. നന്നായി പഠിച്ചാലേ ഒരു ടെൻഷനും വേണ്ട. അയ്യോ, അപ്പൊ ചേച്ചിക്ക് നല്ല ടെൻഷൻ ആയിരിക്കുമല്ലോ. എന്തിന്? ഞാൻ നന്നായി പഠിക്കുമായിരുന്നു, അതുകൊണ്ട് ഈ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പഠിച്ചിട്ട് എന്ത് കാര്യം? ജോലി ഇല്ലാതെ ഇങ്ങനെ ഇരിക്കല്ലേ? നീ ഓരോന്ന് പറഞ്ഞോണ്ടല്ലോ, നോക്ക ഞാൻ പിഴുതെടുക്കും. എന്താണ് ഇത്? മുട്ടയും നിര്യാതി ചെറുക്കനായിട്ട് നീ വഴക്കിട്ടോണ്ടിരിക്കുന്നത് രാവിലെ. ഞാൻ എന്റെ ചേച്ചിയല്ലേ, ഞാൻ പറയണ കേക്കണ്ട, അല്ലെങ്കിൽ തട്ടുതരം പറഞ്ഞോണ്ടിരിക്കാൻ പാടുവോ? പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ചേച്ചി പറയുന്നതിന് തർക്കുത്തരം ഒന്നും പറയാൻ നിൽക്കരുത് കേട്ടാ. ഞാൻ ചേച്ചിയോട് തർക്കുത്തരം ഒന്നും പറഞ്ഞില്ല. കണ്ടാച്ച തർക്കുത്തരം പറഞ്ഞതും പോരാണ്ട് ഇപ്പൊ കള്ളവും പറയണ്. പറഞ്ഞിട്ടില്ലടാ ചേച്ചിയോട് തർക്കുത്തരോ കള്ളോ ഒന്നും പറയരുത്. കിട്ടിയില്ലേ? കിട്ടി. ചെവി പിടിച്ച് പൊന്നാക്കും ഞാൻ. എടാ പ്രകാശ, നീ എവിടെയായിരുന്നടാ? നിന്നെ എവിടെയൊക്കെ തിരക്കിയാൻ? ഞാനുള്ളിടത്ത് തിരക്കിയല്ലേ എന്നെ കാണാൻ പറ്റുള്ളൂ. ഞാൻ ഈ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. എടാ, നീ നിന്റെ അമ്മാവന് കുറച്ച് തേങ്ങ കൊണ്ട് കൊടുത്തേ, ഒരു ചാക്ക്. അമ്മാവനൊരു ചാക്ക് തേങ്ങ എന്നെ കൊണ്ട് പറ്റത്തൊന്നുമില്ല. പിന്നെ ഞാൻ ചോന്നോണ്ട് പോണോ? അമ്മ ചുമക്കുവോ വല്ല ലോറിയിലും കയറ്റി വിടുവോ എന്ത് വേണം ചെയ്യും, എന്നെ കൊണ്ട് പറ്റുകയില്ല. എടാ ഓണം അല്ലേടാ, അവന് തേങ്ങ ഇല്ലാന്ന് പറഞ്ഞോണ്ടല്ലേ നീ ഒന്ന് കൊണ്ട് കൊടുക്കും മോനെ. ഓണമായിട്ടേ മാവേലിക്ക് കാഴ്ച വെക്കാൻ വേറെ പണിയുണ്ട്. പോ. അച്ഛൻ കൊണ്ടു കൊടുക്കൊന്നും വേണ്ട അച്ഛാ, വേണമെങ്കിൽ അപ്പം ഇവിടെ ഒന്ന് എടുത്തോട്ടെ. നിന്റെ അച്ഛൻ ഇവിടെ എന്തോ അടി വേറെ പണി? എനിക്കെന്തോ പണിയെന്നോ? അമ്മ അവളോട് തർക്കിക്കാനൊന്നും നിൽക്കണ്ട, എന്നെ കൊണ്ട് സൗകര്യമില്ല. നീ ഒരുപാട് വർത്താനം അങ്ങോട്ട് പറയരുത് കേട്ടാ. ഇവിടെ കിടക്കുന്ന മുഴുവൻ തേങ്ങ എടുത്ത് ഞാൻ എന്റെ ആങ്ങളയ്ക്ക് കൊടുക്കും. പിന്നെ ചമ്മന്തി അരക്കാൻ പോലും ഇവിടെ ഒരു തേങ്ങ കാണില്ല. അയ്യേ, ഇങ്ങനെ കടുപ്പ് കയറിയ തീരുമാനമൊന്നും എടുക്കരുതേ സരസ്വതി അമ്മേ. എന്നാ പെട്ടെന്ന് കൊണ്ട് കൊടുക്കും. ഞാൻ നോക്കാം. നോക്കാന്നല്ല, കൊണ്ട് കൊടുക്കണം. കൊടുത്തോളാവേ. പോകുമ്പോഴേ ഇവിടെ കുറച്ച് ചിപ്സ് ഇരിപ്പുണ്ട്, അതും കൂടെ കൊടുത്തേക്കണം. എന്തോന്നാടി ഇത്? വേറെ എന്തെങ്കിലും ഒക്കെ എല്ലാം എടുത്തോണ്ട് പോകും, മുളകും എല്ലാം കൊണ്ട കൊടുക്കാൻ. അവന് കൊണ്ട കൊടുത്തോളാം കേട്ടാ. എന്നാ ചെല്ലും. ചെരുപ്പ് എടുക്കട്ടെ. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടി. എനിക്ക് ഇട്ട് വെക്കണ്ട, പുന്നാരം മോളില്ലേ, കൊടുത്തോ. ആർക്കിട്ട് കൊടുക്കണം എന്ന് ഞാൻ തീരുമാനിച്ചോളാം കേട്ടാ. തീരുമാനിച്ചിട്ട് അറിയിക്കണേ. അറിയിക്കാവേ.
കൃഷ്ണ എന്റെ പുതിയ ഡ്രസ് ഇഷ്ടപ്പെട്ടോ? എടാ ഇത് എന്റെ ഡ്രസ് അല്ലേ? നിന്റെ ഡ്രസ്സാ? ഇതങ്ങനെ നടന്നു വന്നെ അലമാരിക്കകത്ത് കയറിയിരുന്നു. എനിക്കറിയോ? ഞാൻ എന്ന് അലക്കൊന്നും നിനക്കറിയാം. അപ്പൊ നീ കൊണ്ട് വെച്ചല്ലേ നിന്റെ കൂടെ അലക്കി കിട്ടാൻ വേണ്ടി കള്ളി. എന്നെ കള്ളിന്ന് വെച്ചാണ്ടല്ലോ, ഞാൻ അങ്ങനെയൊന്നും കൊണ്ടുവെക്കാറൊന്നുമില്ല. പെരും കള്ളിയല്ല. ഇപ്പൊ നീ തുണി മടക്കുന്നത്. അപ്പൊ നീ തന്നെ കൊണ്ടുവച്ചേ. നീ പഠിച്ച് ഇനി മേല നിന്റെ തുണി എന്റെ അലമാരിക്കകത്ത് എങ്ങനെ കൊണ്ടുവച്ചാ മോളെ ഞാൻ വലിച്ചു കയറി കളയും. പിന്നെ ഒരു തുണി അലമാരയിൽ വെച്ചാൽ ഇത്രയ്ക്ക് പ്രശ്നം. നിനക്ക് അലക്കാൻ വയ്യ, നീ മടിച്ച് കള്ളിയാണ്. ഇവിടെ തുണി നീ വിട്, ഞാൻ കളിക്കും. ഇത് പുറത്ത് ആ മൂത്തത് ഇളയതും കൂടെ കടിപിടി കൂടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നടുക്കണ്ട രണ്ടും കൂടെ. എന്തോന്നാ ഇത്? ഒരു മര്യാദ വേണ്ടേ? എന്തോ നോക്കുന്നത്? എന്തോന്ന് കണക്ക്? വേറെ പണിയൊന്നും ഇല്ലല്ലോ. സത്യം, അച്ഛനെന്ത് പണി ഇങ്ങനെ നടക്കാതെ തന്നെ. ഓ, അപ്പൊ നിങ്ങളെ പിടിച്ചു മാറ്റാൻ വന്ന എന്നെ പണിയില്ലാത്തവനാക്കി അല്ലേ? എന്നാ ഞാൻ നിനക്കൊരു പണി തരാടാ. എന്തോന്ന് പണി? നീയേ അമ്മാവന്റെ വീട് വരെ ഒന്ന് പോകണം. ഏത് അമ്മാവൻ? എന്റെ അമ്മാവൻ എന്ന് പറഞ്ഞാൽ നിന്റെ അപ്പൂപ്പൻ. അപ്പൂപ്പന്റെ വീട്ടില അച്ഛൻ എനിക്കൊന്നും വയ്യ. എന്തുവാടേ? നീ ഒന്ന് അമ്മാവന്റെ വീട് വരെ ഒന്ന് പോകണം. എനിക്ക് അപ്പൂപ്പനെ ഇഷ്ടമല്ല, അവിടെ എനിക്കൊന്നും വയ്യ അപ്പൂപ്പന്റെ വീട്ടിൽ പോകാൻ. ആ അമ്മാവൻ എന്ന് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, നീ കൊച്ചായിരുന്നപ്പോ നിന്നെ നിന്റെ പെങ്ങന്മാര് എന്തുമാത്രം എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ടെന്നറിയോ? ഞാൻ പറഞ്ഞ എന്നെ വന്ന് എടുക്കാൻ. ഞാനും പറഞ്ഞിട്ടില്ല എന്നെ എടുക്കാൻ. എടാ, ഇത് ആരും പറഞ്ഞിട്ടല്ല ഇവർ ചെയ്യുന്നത്. ഒരു സ്നേഹവും വാത്സല്യവും അതൊക്കെ കൊണ്ടാണ് അവര് വന്ന് എടുക്കുന്നത്. നീ ഒന്ന് പോയേ പറ്റുള്ളൂ. നീ ഒരു ചാക്ക് തേങ്ങ കൊണ്ട് അമ്മാവന്റെ വീട്ടിൽ കൊടുക്കണം. അച്ഛാ, അതൊന്നും അല്ല കാര്യം. എന്നെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും അപ്പൂപ്പൻ കുറെ കളിയാക്കാരും കുറെ PSC പറഞ്ഞു കുത്താനും ഒക്കെ. എടാ, ഇത്തവണ അങ്ങേര് നിന്നെ കളിയാക്കത്തില്ലെന്ന്. അച്ഛൻ എന്താ ഗ്യാരണ്ടി ഉള്ളേ? ഞാൻ ആ ഗ്യാരണ്ടി. ഇത്തവണ അങ്ങേര് കളിയാക്കത്തില്ല. ഇനി കളിയാക്കിയ അതിനുള്ള പണി ഞാൻ കൊടുത്തോളാം. എന്നാ പിന്നെ ഓട്ടോ കൂടിതാ, ഞാൻ കൊണ്ടു കൊടുക്കാം. ഇവിടെ എന്തോന്നടേ? അമ്മാവന്റെ വീട്ടിൽ പോ, നിനക്ക് തന്നെ ഓട്ടോ. നീ ഇവിടുന്ന് ബസ്സിൽ കയറി പോയാ പോരെ? എന്നാ വരുമ്പോ കഴിക്കാനുള്ള വല്ല പൈസ എന്താ? അതാണ് അവിടുത്തെ പ്രത്യേകത കേട്ടതേ. ഓണം ആയിക്കഴിഞ്ഞാൽ അവിടെ എന്നും സദ്യയാ. എനിക്ക് അപ്പൂപ്പന്റെ സദ്യ വേണ്ട. 2 കൂട്ടം പായസം ഉണ്ട്. പായസം വേണ്ട. എന്നാ വേണ്ട, നീ നിന്റെ സൗകര്യം പോലെ ചെയ്യും. അതിന് തേങ്ങ ഇട്ടിരിക്കുന്നത് കാണിച്ചാ കൊണ്ട് കൊടുക്കാം. ബാ മക്കള് വാ. അപ്പൂപ്പന്റെ തേങ്ങ ഉണ്ടോ? അപ്പൂപ്പന്റെ തേങ്ങ ഉണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ എനിക്ക് വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. എനിക്ക് ഓപ്പോസിറ്റ് നിന്ന ഒരു പയ്യൻ എന്നെ വളരെ മോശമായിട്ട് നോക്കി. എനിക്ക് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണം. എന്നിട്ട് നീ എന്താ പ്രതികരിക്കാതിരുന്നത്? ഇവിടെ ചപ്പക്കുരി ഒന്നും കൊടുക്കായിരുന്നില്ലേ? ആരാ ചക്കൻ നിന്നെ തുറച്ചു നോക്കിന്നല്ലേ പറഞ്ഞ? ആര്? എന്തോ ബസ്സിൽ എന്തോ പ്രശ്നമായിരുന്നല്ലേ? ഇതാണാ? ആ, അയ്യോ, ഇത് അപ്പച്ചി ഞാനൊരു കണ്ടന്റിന് വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. കൊള്ളാം. ഓ, റീച്ച് കിട്ടാൻ വേണ്ടിട്ട് മൂടി ഇല്ലാക്കത് എഴുതാണല്ലേ? എന്റെ പൊന്നപ്പച്ചി, വൈറലാവാൻ ഞാൻ പഠിച്ച പണി 10 നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല. പക്ഷെ ഈ കണ്ടന്റ് ആകുമ്പോ പെട്ടെന്ന് വൈറലാവും. വൈറലാവാൻ വേണ്ടിട്ട് ഇമാതിരി കണ്ടന്റ് ചെയ്ത് കുറെ ആൾക്കാർ ഇപ്പൊ ജയിലിൽ കിടക്കുന്നുണ്ട്. അതിന് ഞാൻ ആരുടെയും പേരും അഡ്രസ്സും ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കണല്ലോ. എടി, നിനക്ക് നല്ല കണ്ടന്റ് കിട്ടിയില്ല, നീ അക്കൗണ്ട് പൂട്ടി വേറെ വല്ല പണിക്ക് പോവാം. അല്ലാണ്ട് ഇമാതിരി തരംതാണ പണിക്ക് നിൽക്കരുത്. ശാപം കിട്ടും നിനക്ക്. എടി, നിനക്കുമല്ലോ ഒരു ആങ്ങളാ. അവനെതിരെ ഏതെങ്കിലും പെണ്ണുങ്ങൾ ഇങ്ങനെ എഴുതി നിനക്ക് വിഷമാവില്ലേ? മോശമാണോ? പിന്നെ വളരെ മോശമല്ലേ? ഞാൻ ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്. അപ്പച്ചി പുതിയ വേറെ കണ്ടന്റ് വല്ലതും ഉണ്ടാ? ഓ, കണ്ടു. അത് ആലോചിച്ചിട്ട് പറയാം. ആലോചിക്കണേ. നീ മതോ അടുക്കളയിലേക്ക് വന്നേ. എന്താ അമ്മ പലഹാരം വല്ലതും ഉണ്ടാക്കണ്ട? നീ കഴിച്ച പ്ലേറ്റ് ഇല്ലേ, അത് കഴുകി വെക്കാൻ വേണ്ടിട്ടാ ഞാൻ വിളിക്കുന്നേ. വാ. അത് ഞാൻ അപ്പൊ തന്നെ കഴുകി വെച്ചല്ല. ആണോ? ആരാ അവസാനായിട്ട് കഴിച്ചത്? ആരാ? എന്റെ മോള് തന്നെ. വാ, കഴുകി വെച്ചിട്ട് പോരാ. അമ്മ, ഞാൻ കഴുകി തുടച്ചു വെച്ചതാ. എടി, നീ മറന്നു പോയിട്ടുണ്ടാവും, കഴുകി വെക്കിച്ചല്ലേ. പിന്നെ ഞാൻ കഴുകി തുടച്ചു വെച്ചതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചേച്ചി 2 പെൺപിള്ളേർ ഭയങ്കര കുഴിമടിച്ചുള്ള കേട്ടാ. കഴിച്ച പ്ലേറ്റ് പോലും കഴുകി വെക്കില്ലേ? വന്നടി. എന്റെ അമ്മയെ അപ്പച്ചി വെറുതെ പറയണം, ഞാൻ കഴുകി വെച്ചതാ. ആ, അത് കൊള്ളാല. തെറ്റ് ചൂണ്ടിക്കാണിച്ച ഞാനായി തെറ്റുകാരി. പോയി കഴുകി വെക്കടി. അതെ, എന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ എന്റെ അച്ഛനും അമ്മയോട് ഉണ്ട്. അപ്പച്ചിയുടെ മോളുടെ കാര്യം നോക്കിയാൽ മതി. ആണല്ലോ അല്ലേ? ആ, എന്നാ പിന്നെ വാ, അത് കഴുകിട്ട് വന്നിട്ട് ഇവിടെ ഇരിക്കാം. വാ. അയ്യമ്മ, ഞാൻ അങ്ങനെയല്ലോ. അയ്യോ, അങ്ങനെ തന്നെയാ എന്റെ മോള് ഉദ്ദേശിക്കുന്നത്. ഇങ്ങോട്ട് വാ, ഞാൻ പിടിച്ച് വലിക്കാൻ നിൽക്കണ്ട. ഇങ്ങോട്ട് വാ. വാ. ഞാൻ കഴിച്ച പ്ലേറ്റാ. അമ്മ അത് കഴുകി വെച്ചില്ലേ? അത് കഴിയട്ടെ. അച്ഛാ, ഓ, ഈ ക്ലോറിൻ വെള്ളമൊക്കെ ശരിക്കും എന്തിനായില്ല ഒഴിക്കണേ? എടാ, ഈ ക്ലോറിൻ കലക്കി വെള്ളത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ കിണർ അണുവിമുക്തമാവും, രോഗമൊന്നും വരത്തില്ല. അപ്പൊ ഈ പുഴയിലും തോട്ടിലും കടലിലൊക്കെ ഇട്ടാന്നോ? ആദ്യം കിണർ വൃത്തിയാക്കട്ടെ, എന്നിട്ട് നമുക്ക് തോടും
കുളവും കായലും കിണറും ഒക്കെ കടലും ഒക്കെ നന്നാക്കാം കേട്ടാ. അല്ല അപ്പൊ ഇനി 2 ദിവസം ചായയും കാപ്പി കുടിക്കുമ്പോ ക്ലോറിൻ ടേസ്റ്റ് ആയിരിക്കില്ലേ? എടാ എന്ന് ഒരേ ടേസ്റ്റ് കുടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഒക്കെ വേണ്ടേ? എനിക്ക് ക്ലോറിന്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ല. എടാ ഞാനൊക്കെ നിന്റെ പ്രായത്തിലേ എന്തുമാത്രം ക്ലോറിൻ കളിക്കുക വെള്ളം കുടിച്ചിട്ടുള്ളതെന്നറിയോ? അച്ഛൻ എന്തിനാ ക്ലോറിൻ വെള്ളം കുടിച്ചേ? ഞാൻ ഈ സ്കൂളിൽ പോകുമ്പോൾ എന്ത് ചെയ്യണം പിന്നെ? ദാഹിച്ചു കഴിഞ്ഞാൽ റോഡ് സൈഡിലെ പൈപ്പിൽ നിന്നല്ലേ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. അതിനകത്ത് മുഴുവൻ ക്ലോറിൻ ഇല്ലേ? അതിന് ഞാൻ ഇതുവരെ റോഡ് സൈഡിൽ ഒരു ടാപ്പ് ഒന്നും കണ്ടില്ലല്ലോ. ഇപ്പൊ എന്തിനാ റോഡ് സൈഡിൽ ടാപ്പൊക്കെ? നിനക്ക് ആവശ്യത്തിനുള്ള വെള്ളം വീട്ടിൽ കിട്ടത്തില്ലേ? ഇനി അതല്ല, പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ടാപ്പിൽ നിന്ന് വെള്ളം കുടിക്കുമോ? നിങ്ങൾക്ക് അപ്പോൾ ബേക്കറി കയറി അവിടുത്തെ നാരങ്ങ വെള്ളവും ജ്യൂസും ഒക്കെ കുടിച്ചാലേ തൃപ്തിയാവുള്ളൂ. ഏയ് അതൊന്നും എനിക്കിഷ്ടല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം ഐസ്ക്രീം മിൽക്ക് ഷേക്കാ. കുടിച്ചോ. എടാ പ്രകാശ, നീ കിണർ നോക്കൊണ്ട് നിൽക്കുവാണോ? ഞാൻ കിണർ നോക്കിക്കൊണ്ട് നിൽക്കുകയല്ല. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് തന്നത് ഈ ബ്ലീച്ചിങ് പൗഡർ വെള്ളത്തിൽ കലക്കി ശുദ്ധീകരിക്കുകയാണ് വെള്ളം. അപ്പൊ നീ എന്റെ ആങ്ങളയുടെ വീട്ടിൽ ഇതുവരെ തേങ്ങ കൊടുക്കാൻ പോയില്ലല്ലേ? അമ്മയുടെ ആങ്ങളുടെ വീട്ടിൽ തേങ്ങ കൃത്യമായിട്ട് എത്തിക്കോളും. നീ ഇവിടെ നിൽക്കുന്ന ആളെങ്ങനെയാ തേങ്ങ അവിടെ കൃത്യമായിട്ട് എത്തുന്നത്? ഞാൻ മറ്റേ സിനിമയിലെ കുമ്പിടിയെ പോലെയാണ്. ഞാൻ ഇവിടെ നിൽക്കും, അടുത്ത ഞാൻ അവിടെ തേങ്ങയുമായി എത്തിയിരിക്കും. എന്തുവാടാ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ അമ്മ ഞാൻ തേങ്ങ കൊറിയറിൽ അയച്ചിട്ടുണ്ട്. ഈ തേങ്ങയൊക്കെ കൊറിയർ കഴിക്കാൻ പറ്റുമോ മക്കളെ? തേങ്ങയല്ല, വേണേ അച്ഛമ്മേനെയും കൊറിയർ ചെയ്യാം. ഇവനെ പിടിച്ച് കൊറിയർ ചെയ്യും. എവിടെങ്കിലും കൊണ്ട് കളയടാ ഇതിനെ. ഞാൻ കുഞ്ഞല്ലേ, എന്നെ പോയി കൊറിയർ ചെയ്ത പോലീസുകാർ അച്ഛമ്മേനെയാ പിടിച്ചോണ്ട് പോവാ. ഞാൻ അച്ഛമ്മേനെ കൊറിയർ ചെയ്തിട്ട് കളയാം. കളിയാം. പ്രകാശ, ഉം. നിനക്ക് എന്നാടാ എന്റെ ആങ്ങളുടെ വീട്ടിൽ പോകാൻ ഇത്ര മടി? അയ്യോ, അമ്മയ്ക്ക് അറിയത്തില്ലല്ലയോ അങ്ങേരുടെ നാവിന്റെ ഗുണം, അതുകൊണ്ടാ പോകാത്തത്. അങ്ങരുടെ നാവിന്റെ ഗുണത്തെക്കാളും നിന്റെ നാവിന്റെ ഗുണം ശരിയാവണം. അല്ല അങ്ങരുടെ നാവിന്റെ ഗുണത്തെ പറയണ്ട കേട്ടോ. അങ്ങേരുടെ നാവെ പറഞ്ഞപ്പോ അങ്ങോട്ട് ഫീൽ ചെയ്തു. എന്റെ നാവിന്റെ ഗുണം അങ്ങേരെ അറിയണ്ട, അത് അറിയാതിരിക്കാനാ ഞാൻ പോകാത്തത്. ഇവിടെ നിന്നോടല്ലേടാ ഞാൻ ഈ തേങ്ങ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞത്? അതെ, അങ്ങേർക്ക് തേങ്ങ കൊണ്ടു കൊടുക്കാൻ അമ്മയുടെ മകനെ ഏർപ്പാട് ചെയ്തു. ഞാൻ എന്റെ മകനെ ഏർപ്പാട് ചെയ്തു. അവൻ കൊണ്ടുപോയി കൊടുത്തോളൂ. എന്തേ സമാനായില്ലേ? ചിപ്സും കൊണ്ടുപോയിട്ടുണ്ട്. ചെല്ല്. കിണർ വൃത്തിയാക്കുന്നൊക്കെ കൊള്ളാം. ഈ കിണറെല്ലാം കൂടി ഇടിച്ച് അതിനകത്ത് കിടരുത്. മാഡം ഈ തടിയും വെച്ചോണ്ട് അങ്ങോട്ട് ഊന്നാതിരുന്നാ മതി, എല്ലാം കൂടെ പൊളിഞ്ഞ് താഴെ പോകും. ഊന്നാതിരുന്നാ ഒരു കുട്ടിയാനയുടെ അത്ര ഉണ്ട്. അച്ഛമ്മ ഇനി മേല അപ്പൂപ്പന്റെ വീട്ടിൽ എന്നെ പറഞ്ഞു വിട്ടേക്കല് കേട്ടോ. അതിന് നിന്നെ ഞാൻ പറഞ്ഞു വിട്ടില്ലല്ലോ. അച്ഛമ്മ അല്ലേ പറഞ്ഞു വിട്ടെ, അച്ഛനെ എന്നെ പറഞ്ഞു വിട്ടെ. എന്നാ നീ അച്ഛനോട് പോയി ചോദിക്കാം. അതിന് എന്നോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അച്ഛനോട് ചോദിക്കുന്നുണ്ട്. എന്നാലും എന്തൊരു വൃത്തികെട്ട മനുഷ്യനാണ് അപ്പൂപ്പൻ. എല്ലാരും കൂടെ എന്റെ ആങ്ങളുടെ മേത്തേക്ക് കീറുന്ന എന്തിനാടാ? അച്ഛമ്മ അനിയനെ സ്വഭാവം ഒട്ടും ശരിയല്ല. പുള്ളി കൊണ്ട് ആർക്കും ഇഷ്ടമല്ല. ആഹാ, അമ്മാവന്റെ വീട്ടിൽ പോയിട്ട് ഇത്ര പെട്ടെന്ന് വന്നു എന്റെ മോൻ? ഞാൻ അവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ വേണ്ടി പോയൊന്നും അല്ല. എടാ അവിടെ നിൽക്കണ്ടായിരുന്നല്ലോ, ഓണക്കാലമല്ലേ, 10 ദിവസം സദ്യയൊക്കെ ഉണ്ട്, ഓണക്കോടിയൊക്കെ മേടിച്ച് തന്ന് നല്ല കുട്ടപ്പനായിട്ട് തിരിച്ചു വരായിരുന്നു. അമ്മാവനും അമ്മായിക്ക് അത് സന്തോഷമായേനെ. ഞാൻ അപ്പഴേ അച്ഛനോട് പറഞ്ഞില്ലേ എന്നെ അപ്പൂപ്പന്റെ വീട്ടിൽ വിടല്ലേ, എനിക്ക് ഇഷ്ടമല്ല. എടാ അവന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നീ എന്തിനാടാ എന്റെ ആങ്ങളുടെ വീട്ടിലേക്ക് അവനെ പറഞ്ഞു വിട്ടത്? അല്ലേ, അമ്മയല്ലേ പറഞ്ഞ അമ്മാവന് തേങ്ങ കൊടുത്തു വിടണമെന്ന്? അത് ഞാൻ നിന്നെ അല്ലേ ഏൽപ്പിച്ചത്? അത് എന്നെ ഏൽപ്പിച്ച ജോലി എനിക്ക് തിരിച്ച് അമ്മയെ ഏൽപ്പിക്കാൻ പറ്റുമോ? എനിക്ക് അവനെ അല്ലേ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ അമ്മയും മോനും കൂടെ ഏൽപ്പിക്കാതിരിക്കുക എന്ത് വേണം ചെയ്യും. മേല അപ്പൂപ്പന്റെ വീട്ടിൽ എന്നെ പറഞ്ഞു വിട്ടേക്കല്ലേ. എടാ ഇത്രയ്ക്ക് പറയാൻ എന്തുകൂടെ അവിടെ ഉണ്ടായത്? ഇതിൽ കൂടുതൽ എന്തോ ഉണ്ടാവും നല്ലൊരു അപ്പൂപ്പൻ. ആ കാർന്നോട് വലിയ ഊളത്തരം പറഞ്ഞാണോ എന്റെ മകൻ്റെ? ഓ എടാ നീ നിന്റെ അമ്മാവനെ പറ്റി പറയുന്ന ഓർമ്മ വേണം. അയ്യോ, അമ്മാവൻ ദൈവം അല്ലയോ? അങ്ങനെ പോലെ വിവരം കിട്ടാൻ ലോകത്തില്ല. അമ്മ കുത്തിയിരുന്നു അവിടെ. കാണിച്ചു തരാൻ. അച്ഛന് മുതിർന്നവരെ ബഹുമാനമില്ല, പിന്നെ മോൻ എങ്ങനെ ബഹുമാനിക്കും? രണ്ടും കണക്കാ. എടീ മാധുറിന് എന്തെങ്കിലും പറയടി. അപ്പച്ചി, അപ്പച്ചിയുടെ സ്വന്തം വീട്ടിലേക്ക് വരുന്നതിൽ ഞാൻ എന്ത് അഭിപ്രായം പറയാനാ? നിനക്ക് ഒരു അഭിപ്രായവും ഇല്ലേ? ഇല്ല, എനിക്ക് ഒരു അഭിപ്രായവും ഇല്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ചുമ്മാ എന്നെ വന്ന് ചൊറിയരുത്. എനിക്ക് നല്ല ദേഷ്യം വരും കേട്ടല്ലോ. ചൊറിഞ്ഞാ നീ എന്ത് ചെയ്യും? ചൊറിഞ്ഞാലേ എന്റെ സുന്ദരമായ മുഖം ഉണ്ടല്ലോ, വികൃതമായ മുഖമായിട്ട് അങ്ങ് മാറും. അയ്യോ, മോളുടെ സുന്ദരമായ മുഖാണെന്ന് ആര് പറഞ്ഞു? മോന്ത കണ്ടാലും മതി, പ്രേതം പോലുണ്ട്. അങ്ങനെയാണല്ലേ? എന്നാലും അപ്പച്ചി ഇവിടെ വരുന്നത് എനിക്കെന്നല്ല, ഈ വീട്ടിൽ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പച്ചി എന്തിനാ ഇങ്ങോട്ട് വെറുതെ ഇങ്ങനെ കെട്ടിയടിച്ച് വരുന്നത്? അവിടെയാണ് ഇരുന്നാ പോരെ. അതാണ് എന്റെ അഭിപ്രായം. ഞാൻ എന്റെ വീട്ടിലേക്ക് ഇനി വരൂടി, ഇനിയും വരും. ഇവിടെ തന്നെ താമസിക്കുകയും ചെയ്യും. നിന്റെ അമ്മയ്ക്കും നിന്റെ ചേച്ചിക്കും നിനക്ക് മനസ്സിലേക്ക് എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ? ആ, വെരി ഗുഡ്. മോളെ കൃഷ്ണേ, അത് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ അച്ഛാ? ഇത് നിന്നോട് മാത്രമായിട്ട് പറയാനുള്ളതാ. മോളൊന്നിങ്ങി വന്നേ. അപ്പച്ചി ഒന്ന് വെളിയിലോട്ട് പോയ അച്ഛൻ എന്നോട് എന്തോ രഹസ്യം പറയാനുണ്ട്. നിങ്ങൾക്കല്ല രഹസ്യം പറയാനുള്ളത്. നിങ്ങൾ വേണമെങ്കിൽ പുറത്തേക്ക് നോക്കോ, ഞാൻ അവിടെ നിന്ന് പോകില്ല. മോളിങ്ങി വാ,
മോളോട് മാത്രം പറയാനുള്ളതല്ലേ. ബാ അപ്പച്ചി ഇവിടുന്ന് പോവാണ്ട് രഹസ്യം പറയണ്ട അച്ഛൻ എന്റെ അടുത്ത്. എടി ഒന്ന് സഹകരിക്കും പ്ലീസ്. ഒന്ന് പുറത്ത് നിൽക്കും. ഞാൻ സീക്രട്ട് പറയാനാ. ചേട്ടനപ്പോ ചേട്ടന്റെ കുടുംബമാണ് വലുത്, ഞാനൊക്കെ വഴിപോക്കി. കറക്റ്റാ. നീ ഇനി അതേ പിടിച്ച് തൂങ്ങാൻ നിൽക്കണ്ട. നീ അവിടെ ഇരുന്നോ, ഞാൻ പറയാം. നമ്മുടെ സഞ്ജുവേ അമ്മാവന്റെ വീട്ടിൽ തേങ്ങ കൊടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നല്ലോ. എന്നിട്ട് അവന്റെ മുഖം ആകെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയെന്നേ. എന്താന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല. അത് പിന്നെ ഒരു ചാക്ക് തേങ്ങ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്നല്ല എനിക്ക് വരെ ദേഷ്യം വരും. ഇടി അതൊന്നും അല്ല പ്രശ്നം, അവന് വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചപ്പോ എന്നെ കടിച്ചു തിന്നാൻ വരിക. അത്രയുള്ള കാര്യം ഞാൻ ചോദിച്ചിട്ട്. ഉപകാരം ചെയ്തില്ലല്ലോ, ഉപദ്രവം ചെയ്യരുത്. ഇതുകൊണ്ടാണ് ഞാൻ അവളോട് സീക്രട്ട് പറയാൻ പറഞ്ഞത്. നീ അവിടെ ഇരി. മോളെ നീ അവനുമായിട്ട് നല്ല സിംഗല്ലേ? മോളൊന്ന് ചോദിച്ചാൽ അവൻ പറയും കാര്യം എന്താ. ഞാൻ ചോദിച്ച കാര്യം പറയുകയൊക്കെ ചെയ്യും. ഞാൻ ചോദിക്കാം. ചോദിക്കും. ഇപ്പൊ തന്നെ ചോദിക്കും. ഞാനും വരാം. അമ്മാവന്റെ വീട്ടിൽ എന്താ നടന്നതെന്ന് എനിക്ക് അറിയണം. ഞാനും വരാം. വാ എല്ലാരും വായോ. വലിയ അമ്മാമ നിൽക്കുന്ന കൊച്ചു പിള്ളേരോടെ ഈ പണിയെല്ലാം കാണിക്കുന്നത്. നാണമില്ല, നാണം. ഞാൻ ആയതുകൊണ്ടൊന്നും മിണ്ടിയില്ല, എല്ലാം കേട്ടോണ്ടെങ്കിൽ വന്നു. അല്ലെ ഇപ്പൊ ഞാൻ കാണിച്ചു കൊടുത്താൻ. നീ എന്താ ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കണേ? ഞാൻ അയൽക്കൂട്ടം കൂടാൻ വന്നു. വരുന്ന എന്നിട്ട് നീ ഒറ്റയ്ക്കല്ലേ ഉള്ളു, വേറെ ആരും ഇല്ലല്ലോ. അപ്പൊ 4-5 പെണ്ണുങ്ങളെ വിളിച്ചു കൂടി കൂടാൻ വന്നു. നീ വരുന്ന വാടി. നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാൻ എന്റെ വീട്ടിൽ ദേഷ്യപ്പെടുന്നു. ഞാൻ നിനക്ക് ഇപ്പൊ എന്താ കുഴപ്പം? എന്താ നീ മാറുതേ. ദേഷ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാരോട് നമ്മൾ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. അനുപമ ഞാനൊന്ന് സമാധാനം തീർന്നോട്ടെ. നിങ്ങൾ ഇവിടെ ഒന്ന് പോയി തരുമോ? ഇത്രമാത്രം ദേഷ്യം വരാൻ അമ്മാവനോട് എന്ത് ചെയ്താടാ? അമ്മ ഫുൾ ഉടായ്പ മൊത്തത്തിൽ ഉടായ്പ. കള്ളൻ. എന്റെ അമ്മാവൻ ഊടായ്പൊന്നല്ല, നീ ഊടായ്പനായതുകൊണ്ട് നിനക്ക് തോന്നണതാ. ഓ വലിയ അമ്മാവൻ ഫാൻ. പുള്ളിയെ വീഴ്ത്തി അങ്ങ് പൂജിക്കാൻ അങ്ങോട്ട് നിങ്ങളെല്ലാം കൂടെ. അമ്മാവന്റെ കുറെ മരുമക്കളെ വന്നേക്കുന്നു. ഇപ്പന്നെ എന്താണ് എന്തുവാടേ വന്നല്ലോ അമ്മാവന്റെ മരുമോൻ. എന്താ കുഴപ്പം? നീ കുറെ നേരം അല്ല കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങിയിട്ട്. കാര്യം എന്താ വെച്ചാൽ പറയണ ഇറക്കാ. എടാ വാ തുറന്ന് പറയടേ. ഞാൻ ഇവിടുന്ന് തേങ്ങയെല്ലാം മേടിച്ചു കെട്ടി അമ്മാവനെ കാണാൻ വേണ്ടി പോയില്ലേ? അതൊക്കെ ഞാൻ ഇവിടുന്ന് തേങ്ങയെല്ലാം മേടിച്ചു കെട്ടി അച്ഛന്റെ അമ്മാവനെ കാണാൻ വേണ്ടി പോയില്ലേ? പോയി. അപ്പൊ അവിടെ ആരൊക്കെ വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു. ഓണായി കഴിഞ്ഞാൽ അവിടെ നിറച്ച ആൾക്കാരായിരിക്കും. നമ്മുടെ ബന്ധുക്കൾ ഉണ്ടായിരുന്നു അവിടെ. എനിക്കൊന്നിനെ കണ്ടു മനസ്സിലായി. ഞാൻ മൈൻഡ് ചെയ്യാനൊന്നും പോയി. ഞാൻ പോയപ്പോഴത്തേനും അമ്മാവൻ എന്നെ അപ്പൂപ്പൻ എന്നെ വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു ഇത് ഇങ്ങനെ പ്രകാശന്റെ മോണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. അപ്പൊ അവിടെ ഇരുന്ന് ഏതാ കളവൻ ചോദിച്ചു, മോൻ എന്താ ചെയ്യുന്നത്? സ്വാഭാവികം. പെട്ടുപോയല്ലേ നീ? പെടാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്നെ ജോലിയുടെ വാങ്ങി നോക്കിയിരിക്കുന്ന. നീ പഠിച്ചോണ്ടിരിക്കുക പറയണ്ടേ? അത് ഞാൻ പറഞ്ഞു. അപ്പൊ അച്ഛന്റെ അമ്മാവൻ അവരോട് പറയുകയാണ്, ഡോക്ടറുടെ മക്കള് ഡോക്ടറാവും, വക്കീലിന്റെ മക്കള് വക്കീലാവും, ഇവന്റെ അപ്പം ഭയങ്കര ഫ്രോഡാണ്, ഇവനൊരു ഫ്രോഡാവും. എന്നിട്ട് ഒറ്റ ചിരി കക്കാന്ന് പറഞ്ഞു. എടാ നിന്റെ കയ്യൊന്ന് കാണിച്ച്. എതിര് തൊലി ഉരിഞ്ഞോ നോക്കാനായിരുന്നു. തൊലിയല്ല ഉരിഞ്ഞത്. ഞാൻ അവിടെ വന്ന് മൊത്തത്തിൽ ഉരുകി പോയില്ല. എനിക്കൊന്നും പറയാനും പറ്റിയില്ല. എടേത് ഇങ്ങനെയൊക്കെ വരുമെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ നിന്നെ അങ്ങോട്ട് വിട്ടത്. അത് മാത്രമല്ല ഈ പ്രായമായ അമ്മാവന്മാരും അപ്പന്മാരൊക്കെ ഇങ്ങനെയൊക്കെ പറയൂടെ, അത് വിട്ടുകളാ. പ്രായമായി കഴിഞ്ഞാൽ ആരും ഇതിക്ക് നിൽക്കണം. പിന്നെ എനിക്ക് ദേഷ്യപ്പെടാൻ പിന്നെ അച്ഛൻ്റെ അമ്മാനോട് ദേഷ്യപ്പെടാൻ പറ്റുക? ഒരു അമ്മാനെ സൈഡ് നിൽക്കുക, എന്നോട് കാര്യം കേൾക്കരുത്. ഞാൻ ആരുടെ സൈഡൊന്നും നിന്നൊന്നും അല്ല. എന്നാലും ചേട്ടാ അമ്മാവൻ ചെയ്ത് വളരെ മോശമായി പോയി ചേട്ടാ. ഇത് അവനെ മാത്രമല്ലോ എന്നെ കൂടെ അല്ലേ അപമാനിച്ചിരിക്കുന്നത്. എന്നാലും പാവ അവനെ ഞാൻ പോയി ഒന്ന് സംസാരിച്ചിട്ട് കേട്ടോ. അമ്മേ ഇനി ഈ വീട്ടിൽ എന്തെങ്കിലും ജോലി ബാക്കിയുണ്ടാ? എന്താ നീ എന്നെ കളിയാക്കുന്നത്? അയ്യോ കളിയാക്കിയതല്ല. അമ്മാനി കുടുംബശ്രീയുടെയും ചിട്ടിയുടെയും കാര്യങ്ങളൊക്കെ നോക്കി നടന്നോ. ഞാനെല്ലാ പണിയും ചെയ്തോളാം. ഇപ്പൊ നീ എന്റെ മോളായത്. മിടിക്കുക ചെയ്. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. ഞാൻ കഴിച്ച പാത്രം ഞാൻ കഴുകി വെച്ചില്ല എന്ന് പറഞ്ഞോണ്ടല്ല അമ്മ ഈ ജോലി മൊത്തം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചേ. എന്നാലേ ഞാൻ കഴിച്ച പാത്രം ഞാൻ കഴുകി വെച്ചായിരുന്നു. ഓ അപ്പൊ എന്റെ മോൾ എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ ചെയ്യുന്ന അല്ലേ? വിശ്വസിപ്പിക്കാൻ വേണ്ടിട്ടൊന്നുമല്ല, സത്യമായിട്ട് ഞാൻ കഴുകി വെച്ചായിരുന്നു. ഇനി അഥവാ നീ കഴിച്ച പാത്രം അല്ല അതെന്ന് വിചാരിക്കും, എന്നാലും നീ കഴുകി വെക്കണ്ടേ? എന്തിന് എല്ലാവരും കഴിച്ച പാത്രം എന്തിനാ ഞാൻ കഴുകി വെക്കണേ? അപ്പൊ ഈ വീട്ടിൽ എല്ലാരും കഴിച്ച പാത്രം ഞാൻ കഴുകി വെക്കുന്നില്ലേ? എന്നാ ഇനി മുതൽ ഞാൻ അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തോളാം. ആ കണ്ടറിഞ്ഞ് ചെയ്യണം. എല്ലാം എന്റെ അടുത്ത് കൊണ്ടറിയും. കഴിഞ്ഞ് നല്ല വൃത്തി ചെയ്ത് ഒരു മൂഡ് ഓഫ്. ആ സഞ്ജു എന്നോട് മിണ്ടുന്നില്ല. അതെന്തേ? അവനെ ഞാൻ അമ്മാവന്റെ വീട്ടിൽ തേങ്ങയും കൊടുത്ത് പറഞ്ഞു വിട്ടില്ലേ. അവിടെ ചെന്നപ്പോ അവിടെ ആരൊക്കെയോ കുറെ ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ആ കൂട്ടത്തിൽ ഒരാള് ഇവനോട് ചോദിച്ചു നീ എന്ത് ചെയ്യാന്ന്. അപ്പൊ ഇവൻ പറഞ്ഞു ഞാൻ PSCക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മാവൻ അവിടെ വന്ന് ഭയങ്കര അട്ടഹസിച്ച് ചിരിച്ചിട്ട് അമ്മാവൻ പറഞ്ഞു ഇവന്റെ അച്ഛൻ ഫ്രോഡാണ്, അതുകൊണ്ട് ഇവൻ ഫ്രോഡായി പോകുന്നു. അല്ലേ ഇനി അമ്മാവൻ അങ്ങനെ പറഞ്ഞെന്ന് കരുതി അവനെന്തിനാ നിങ്ങളോട് മിണ്ടാതിരിക്കുന്നേ? ഞാനല്ലേ ഇതും കൊടുത്ത് പറഞ്ഞു വിട്ടത്, അതിന്റെ ദേഷ്യമായിരിക്കും. അച്ഛൻ പേടിക്കണ്ട, ഈ പ്രശ്നം ഞാനും അമ്മയും കൂടെ സോൾവ് ചെയ്തോളാം. വേണ്ട അത് വേണ്ട.
അത് ഞാൻ ചോദിച്ചോളാം. ഓണമെല്ലാം വരുന്നില്ല, നീ വീടൊക്കെ നല്ല നീറ്റാക്കി വെക്ക്. വാ നമുക്ക് ചോദിക്കാം. വാ. അപ്പൊ പറഞ്ഞാലും എന്താ തെറ്റ്? അച്ഛനോ ജോലിയില്ല, പിന്നെ ഇങ്ങനെ മക്കൾക്ക് ജോലി ഉണ്ടാവണേ? ഡാ മോനെ, കാര്യൊക്കെ പറഞ്ഞാൽ അങ്ങനെ എൻ്റെ അമ്മാവനൊക്കെ തന്നെയാ. പക്ഷെ നിന്നോട് ചെയ്ത് ശരിയായില്ലടാ. ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. എടി സരിതേ, നീ വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കരുതേ. അവൻ അല്ലെങ്കിൽ മൂഡ് ഓഫ് ആയിട്ടിരിക്കുക. ഞാൻ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിയൊന്നല്ല. അവൻ എത്ര വിഷമിച്ചെന്നറിയോ? അപ്പൊ അവൻ ചക്കൻ അവരെല്ലാരും കൂടെ അപമാനിച്ചിട്ട് അവന്റെ കൂടെ നിൽക്കണ്ടേ? അല്ല, അവന് വിഷമമുള്ള പോലെ തന്നെ അവന്റെ അച്ഛനും വിഷമമില്ലേ? അച്ഛനെന്ത് വിഷമം? ഞാനല്ലേ പോയി കേട്ട നോത്താം അപ്പൂപ്പന്റെ വായിന്ന്. നീ അതെല്ലാം വിട്ടുകള മോനെ, അതൊന്നും തലക്കെടുക്കണ്ട. ഇതങ്ങനെ വിട്ടുകളയാൻ പറ്റത്തൊന്നുമില്ല. എന്റെ അച്ഛൻ വല്ല ഡോക്ടറോ വക്കീലോ ഒക്കെ ആയിരുന്നെങ്കിൽ അപ്പൂപ്പൻ ഇപ്പൊ എന്നെ ഇങ്ങനെ കളയാക്കുമായിരുന്നു. അതവൻ പറഞ്ഞത് കറക്റ്റാ. നീ പിന്നെ വലിയ കലക്ടറല്ലേ? വിട്ടുകളാ പുഷ്പേ, അവൻ പറഞ്ഞതാ ശരി. ഞാൻ പഠിക്കാൻ പുറകോട്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ എനിക്ക് ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നും ആകാൻ പറ്റാതിരുന്നത്. അന്ന് അതൊക്കെ പോട്ടെ, നിങ്ങൾ അച്ഛൻ വില്ലേജ് ഓഫീസർ ആയിരുന്നില്ലേ? അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ അതാവാൻ പറ്റാഞ്ഞേ? ചേച്ചി ഇതിന് ആവശ്യമില്ലാത്ത കാര്യം പറയണേ. ഇവൻ അമ്മാവൻ കളിയാക്കിയതല്ലേ ഇവിടുത്തെ പ്രശ്നം. അതല്ലേ സംസാരിക്കണ്ടേ? അവിടെ സഞ്ജു, അമ്മാവനെ അങ്ങനെ പല മണ്ടത്തരങ്ങളും പറയും. നീ അതൊന്നും തലക്കെടുക്കാൻ നിൽക്കണ്ട. അച്ഛനോട് മിണ്ടാൻ നോക്കിയടാ. അപ്പച്ചിയുടെ മോളെ ആയിരുന്നെങ്കിലോ അപ്പച്ചി മിണ്ടായിരിക്കോ? എന്റെ നല്ലത് കിട്ടും. ഇതാണ് സ്നേഹം. ഇവിടെ എന്റെ അച്ഛനും അമ്മയുണ്ടല്ലോ, എന്നോട് മിണ്ടായിരിക്കാൻ പറയോ? എന്നെ കളയാക്കുന്ന കേട്ട് മിണ്ടായിരുന്നോണം. ഇതിപ്പം ഞാനായിട്ട് ഉണ്ടാക്കി വെച്ച പ്രശ്നമാണല്ലോ. അതെങ്ങനെ അവസാനിപ്പിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ തീർത്തു തരാടാ, ഞാൻ തീർത്തോളാം. ഇവൻ വെറുതെ ഓരോ മണ്ടത്തരങ്ങളൊക്കെ പറയുന്നതാണ്. നീ വാടക്കി മിണ്ടായിരിക്കേ. എനിക്കറിയാതെ എങ്ങനെയാ തീർക്കേണ്ടത്. ഞാൻ തീർത്തോളാം. അച്ഛൻ പോയി ചോദിക്കട്ടെ, അമ്മക്ക് എന്നോട് സ്നേഹമില്ല. ഇവിടെ സ്നേഹമില്ലാഞ്ഞിട്ടല്ലോ. മാറപ്പച്ചി